ജന്മം തന്നെ ഈശ്വര സാക്ഷാത്കാരത്തിനോട് വേണ്ടിയാണ്. അത് കിട്ടി നമുക്ക് ലോകത്ത് വന്ന് നല്ല കാര്യങ്ങൾ തന്നെ വിനയം ചെയ്യാം. എപ്പോഴും നമ്മൾ കൂടുതൽ പണം ഉണ്ടാക്കാനും അത് എണ്ണി ഒക്കെ കറക്റ്റാക്കി വയ്ക്കാനുള്ള ജാഗ്രത പോലെ ഞാൻ എത്ര ഇന്ന് ജപിച്ചു, എത്ര ഇന്ന് ധ്യാനിച്ചു, എത്ര ഈശ്വരന് വേണ്ടി മാറ്റിവെച്ചു, തനിക്കല്ലാത്ത കാര്യത്തിന് ഞാൻ എത്ര സേവ ചെയ്തു, തനിക്കല്ലാത്ത മറ്റു വല്ല വാക്കുകളിൽ വിട്ടുവീഴ്ചയായിട്ട് ഇതിൽ ക്ഷമിക്കാൻ പറ്റിയോ, മറക്കാൻ പറ്റിയോ, പൊറുക്കാൻ പറ്റിയോ? അങ്ങനെ ഒരു ശ്രവണമന നിത്യാസനം നമ്മൾ ചെയ്യണം. ഗ്രാമങ്ങൾ കണ്ടിട്ടുണ്ട്, 100 രൂപക്കാർക്ക് ആകെ മുതലുള്ള 100 രൂപ. എന്ന് പറഞ്ഞാൽ ഒരു $2 പോലും നമ്മുടെ നാഗ്രാമങ്ങളിൽ കണ്ടിട്ടില്ല. അങ്ങനെയുള്ള ചില കുടുംബമുണ്ട്. അതുകൊണ്ട് ജീവിക്കുന്നവർ. അവർ ഒരു 10-100 നാരങ്ങ മേടിക്കും. നാരങ്ങ മേടിച്ചിട്ട് ഇങ്ങനെ നാരങ്ങ കുറച്ച് ഉപ്പും എടുത്ത് ഇട്ട് വണ്ടി കൊണ്ട് നാരങ്ങ വെള്ളം അറിയിക്കും. അപ്പോൾ അതിൽ ഒരു പകുതി പൈസ ലാഭം ഉണ്ടാകും. 100 രൂപയുടെ നാരങ്ങ വിറ്റാൽ പകുതി പൈസയോളം അയാൾക്ക് ലാഭം കിട്ടും. അതുകൊണ്ടാണ് കുടുംബം കഴിയുന്നവരുണ്ട്. അപ്പോൾ ഇന്ന് എത്ര ലാഭം കിട്ടി എന്ന് ചിന്തിക്കും. നാളെ ഏത് വഴിക്ക് കൂടുതൽ ലാഭം കിട്ടും, അത് ഇന്ന് വല്ല നഷ്ടമായോ അന്നത്തെ ദിവസം. അപ്പോൾ അങ്ങനെയുള്ള മാർഗ്ഗം എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഓരോ ദിവസം ഞാൻ ഇന്ന് എന്ത് നേടി, ഇന്ന് വല്ല അങ്ങനെ ചെയ്ത് നാളെ ഇന്നുകൊണ്ട് നിർത്താൻ മാർഗ്ഗം എന്ത്. അങ്ങനെ നമ്മൾ ഓരോ ദിവസവും ചിന്തിച്ച് പോയാലേ നമ്മൾ ഇതിനെ സാക്ഷാത്കരിക്കാൻ സാധിക്കുകയുള്ളൂ. ഗുരുവിൻ്റെ അടുത്തെത്തി അല്ല ആശ്രമം താമസിക്കുന്നു എന്നുകൊണ്ട് മാത്രമല്ല ആയില്ല. ഇപ്പം മെഡിക്കൽ പരീക്ഷ എഴുതി ടെസ്റ്റ് ചെയ്യിച്ചു, കുറേ പരിശ്രമിച്ചിട്ടാണ് ടെസ്റ്റ് ചെയ്യിച്ചത്, ശരിയാണ്. ഇനിയൊന്നും പഠിക്കണ്ട എന്ന് പറയാൻ ഡോക്ടറാകാൻ പോകുന്നില്ല. അതുപോലെ ആശ്രമത്തിലെത്തി അല്ലെങ്കിൽ ഗുരുവിനെ കണ്ടു, പക്ഷെ ഇനിയാണ് നമുക്ക് കൂടുതൽ പഠിക്കാനുള്ളത് ഇനിയാണ്, എങ്കിലേ ഡോക്ടറാകാൻ പറ്റുള്ളൂ. അപ്പോൾ അതുപോലെ നമ്മൾ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കണം. ലൈറ്റ് ഹൗസിന് ചവിട്ടിൽ ഇരുട്ടായിരിക്കും, അങ്ങനെ ആയിരിക്കും. ക്ഷീരകനോട് അകടും ചോട്ടും ചോര തന്നെ കൊതുവിന് ചോരയെ കിട്ടുകയുള്ളൂ. പശുവിൻ്റെ മലയിൽ തവളയ്ക്ക് ഒരു പുഷ്പത്തിന് താഴെ നിന്നാലും കൊതുക് കിട്ടുകയുള്ളൂ. ദൂരെയുള്ള തേനീച്ചവും തേനും വരും. അപ്പം മനോഭാവമാണ് നമ്മൾ ശരിയാക്കേണ്ടത്, അടുത്ത അകല. പക്ഷെ കിട്ടുന്ന സാമീപ്യം കളയരുത്. അതുപയോഗിച്ച് ആ സ്മരണ ഓർമ്മകളെടുത്ത് കൊണ്ടുപോകും.